എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ ആണ്. ബട്ടറിൽ നിന്നും ഏകദേശം 98 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 8 സ്റ്റിക്ക് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ സ്റ്റിക്ക് ഞാൻ പീസസ് ആക്കി ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഗീ ആവുമ്പോൾ ഒരു സ്ട്രെയിനറിൽ വെച്ച് സ്ട്രെയിൻ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഈ പാത്രമൊക്കെ റെഡിയാക്കി വെക്കണം. ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ റെഡിയാക്കി വെക്കുക. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ബട്ടറിൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മെൽറ്റായിട്ട് എടുക്കണം. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി. പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഇത് ബോയിലായി തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാം. ഈ മുകളിൽ കാണുന്ന വൈറ്റ് കളറ് മിൽക്ക് സോളിഡ്സ് ആണ്. ഈ മിൽക്ക് സോളിഡ്സ് തരി പോലെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ പാനിൻ്റെ താഴെ ചെന്ന് ഡെപ്പോസിറ്റ് ആവും. അപ്പോഴാണ് നമുക്ക് ഗീ കിട്ടുന്നത്. ഈ മിൽക്ക് സോളിഡ്സ് പതുക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ക്ലിയർ ആയിട്ട് സൈഡിലേക്ക് മാറി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ മിൽക്ക് സോളിഡ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ പാൻ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈവൻലി ഹീറ്റ് ആവും. ഇങ്ങനെ മിൽക്ക് സോളിഡ്സ് ചെറുതായി സെപ്പറേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അവസാനം ഈ മിൽക്ക് സോളിഡ്സ് ഒക്കെ നമ്മുടെ പാനിൻ്റെ അടിയിൽ പോയി കിടക്കും. അത് നമുക്ക് ബ്രൗൺ ആയിട്ട് കാണാൻ പറ്റും ഗീ റെഡി ആവുമ്പോൾ. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നമ്മൾ സമയമെടുത്ത് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഗീ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു യെല്ലോ കളറൊക്കെ ആവുന്നുണ്ട്, കണ്ടില്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബബിൾസ് ആയി വരുന്നുണ്ടാവും. ഈ ബബിൾസ് ആയി വരുമ്പോൾ കണ്ടാ മിൽക്ക് സോളിഡ്സ് ഒക്കെ ഏകദേശം താഴത്തേക്ക് ഇപ്പോൾ പോയി തുടങ്ങി. എന്നിട്ടാണ് ഈ ബബിൾസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ബബിൾസിൻ്റെ സൈഡിൽ, പാൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ഗീ ഒക്കെ റെഡി ആവുക. അപ്പോൾ ഈ മിൽക്ക് സോളിഡ്സ് നമ്മൾ കണ്ടില്ലേ, ആ വൈറ്റ് പാർട്ടിക്കിൾസ് അതൊക്കെ താഴെ പോയി ഡെപ്പോസിറ്റും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ അരിച്ച് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ സൈഡിലൊക്കെ ബ്രൗൺ കളർ ആയത് കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ ഗീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് തന്നെ ഈ ഗീ ആയി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഗീ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഗീ റെഡി ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അതൊന്ന് ചൂടാറി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ്. കാരണം ആ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹീറ്റാവും. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഒരു സ്ട്രെയിനറിലേക്ക് സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റും. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ലോണം സോളിഡായിട്ട് മാറും. കണ്ടില്ലേ, ഇതുപോലെയാണ് ഗീ ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഗീ ആണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി.